ശ്രീ മഹേഷ് പണിക്കർ, ഇതിലിപ്പോൾ പറയുന്നത് മുൻപത്തെ ദേവസ്വം ബോർഡ് എടുത്ത തീരുമാനം അത് ഞങ്ങൾ നടപ്പാക്കുന്നതാണ്. പക്ഷേ ഈ ദൃശ്യങ്ങൾ ഉൾപ്പെടെ നമ്മൾ കാണുന്നുണ്ട്. എന്തിനാണ് ഈ വാജിവാഹനവും അഷ്ടദിക്പാലകരും ഒക്കെ മാറ്റിയതെന്ന ചോദ്യം സ്വാഭാവികമായും ഉണ്ട്. അതെ, ഈ കൊടിമരത്തിന്റെ നിർമ്മാണ ആരംഭം തന്നെ അതായത് അതിനകത്തൊരു പുനർനിർമ്മാണം ആവശ്യമുണ്ട്, അത് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞൊരു തീരുമാനം തന്നെ ഇതിന്റെ ഒരു ദുഷ്ടലാക്കോടെയാണെന്നാണ് നമ്മൾ കാണേണ്ടത്. എന്താണ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ചെതലരിച്ചു ഉറുമ്പരിച്ചു എന്നൊക്കെ പറഞ്ഞാണ്. അപ്പം അതൊരു പ്രാക്കുളം ഫാസി സാറ് വളരെ ഒരു 10 വർഷത്തെ പഴക്കത്തിൽ ചെയ്തൊരു സംഭവം, അത് ഏകദേശം 10 കിലോളം സ്വർണ്ണത്തിൽ ചെയ്ത ഒരു കൊടിമരം മഹത്തായി ഇപ്പൊ ചെയ്തതിനേക്കാളും ഇച്ചിരി മഹത്തായിട്ട് മാവേലിക്കരയുള്ള ഒരു കരുണാകരൻ ചേട്ടൻ എന്ന് പറയുന്ന ആളാണ് അതിന്റെ കോൺട്രാക്ട് വളരെ ഭംഗിയായിട്ട് ചെയ്തൊരു കൊടിമരമാണത്. അപ്പം അതിന്റെ സ്വർണം നഷ്ടപ്പെടുവോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കംപ്ലൈന്റോ ഇല്ലാതെ അതിനൊരു പരിശോധനയോ കാര്യങ്ങളോ ഒന്നും ഇല്ല. പിന്നെ ഏകപക്ഷീയമായിട്ട് ഇതൊരു ടെൻഡറിലോ കാര്യങ്ങളിലോ ഒന്നും അല്ല പോയിരിക്കുന്നത്. ചുമ്മാ അങ്ങ് തീരുമാനിക്കുന്നു, ചുമ്മാ അങ്ങ് നടപ്പിലാക്കും. അത് 108 കിലോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് അത് ആദ്യം അതിന്റെ ആ പ്രോസസ്സ് തുടങ്ങിയിരിക്കുന്നത്. പിന്നെ അത് 10 കിലോ താഴെ കണ്ടാണ് 9.5 കിലോ എന്നാണ് അവർ കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഇതിനോടനുബന്ധിച്ച് തന്നെ അവരവിടുത്തെ താഴേക്കുടം മാറ്റിയിട്ടുണ്ട്, താഴേക്കുടം പിന്നെ പൂശി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനുവേണ്ടി 700 ഗ്രാമോളം സ്വർണം ദേവസ്വം ബോർഡിൽ നിന്ന് മേടിച്ചിട്ടുണ്ട്. പിന്നെ ഈ വാജിവാഹനം, പുതിയ വാജിവാഹനം അഷ്ടദിക്കും വാർക്കുന്നതിനായിട്ട് നാട്ടുകാരെ എല്ലാം പ്രധാനപ്പെട്ട സെലിബ്രിറ്റീസ്, നമ്മുടെ ഇപ്പോഴത്തെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഉൾപ്പെടെയുള്ളവരുടെ കയ്യിൽ നിന്ന് സ്വർണം കൈമാറ്റി മേടിച്ചിട്ടുണ്ട്. അപ്പം ഈ സ്വർണ്ണങ്ങളുടെ ഒന്നും കണക്കൊന്നും എംബുക്കോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടുള്ളതല്ല. മാത്രമല്ല ഈ പറഞ്ഞ വാജിവാഹനം അദ്ദേഹത്തിന് കൊടുക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഏകപക്ഷീയമായ തീരുമാനമാണ്. കാര്യം അതൊരിക്കലും അങ്ങനെ സംഭവിക്കേണ്ടതല്ല. അതായത് നമ്മൾ തന്ത്രസമുച്ചയത്തിലും ഇതിലൊക്കെ പറയുന്നുണ്ടെങ്കിലും പരശുരാമൻ കൊണ്ടുവന്നാണ് പറയുന്നത് തന്ത്രി കുടുംബത്തെ. അങ്ങനെയാണെങ്കിൽ കാലാകാലങ്ങളിൽ ദേവസ്വം ബോർഡിൽ തന്നെ അനേകായിരം ക്ഷേത്രങ്ങളിൽ ഇതുപോലത്തെ വാഹനങ്ങൾ മാറ്റിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ SIT കണ്ടെത്താൻ അവിടെ ചെന്നപ്പോഴത്തേക്ക് ആയിരക്കണക്കിന് വിഗ്രഹങ്ങൾ അവിടെ കാണണ്ടേ. ഈ പറഞ്ഞ വാജിവാഹനം തന്നെ അല്ലാണ്ട് നമ്മുടെ ഏറ്റുമാനൂർ അമ്പലത്തിൽ മാറിയിട്ടുണ്ട്, ആറന്മുളയിൽ മാറിയിട്ടുണ്ട്. അപ്പം ഇദ്ദേഹത്തിനുള്ള തന്ത്രത്തിലുള്ള കോടാനുകോടി ക്ഷേത്രങ്ങളിൽ, അത് ദേവസ്വം ബോർഡിന്റെ അല്ലാത്ത ക്ഷേത്രങ്ങളിലും മാറിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ SIT ഈ വിഗ്രഹം മാത്രമാണ് ആ വീട്ടിൽ കണ്ടെത്തേണ്ടത്. എത്രയോ ആയിരം വിഗ്രഹങ്ങൾ അവിടെ കാണണം. അപ്പൊ ഇത് മാത്രം ആദ്യം അദ്ദേഹം അവകാശം ഉണ്ടെന്നാണ് പറയുന്നത്. അവകാശം ഉണ്ട്, അത് എന്റെ കയ്യിലുണ്ട്. പിന്നെ രണ്ടാമത് ശരിക്കും വിവാദമായപ്പോഴാണ് ഇത് തിരിച്ചു കൊടുക്കാന്ന് പറയുന്നത്. അപ്പം അദ്ദേഹത്തിന്റെ അവകാശം ഇപ്പോൾ കണ്ടെടുക്കുകയും ചെയ്തിട്ടുണ്ടല്ലോ ശ്രീ മഹേഷ് പണിക്കർ. ഇപ്പോൾ അജയ് തറയിൽ തുടരുന്നുണ്ട്. ശ്രീ അജയ് തറയിൽ അതുകൊണ്ടാണ് വലിയ രീതിയിലൊരു ദുരൂഹതയുണ്ട് എന്ന ആരോപണം വരുന്നത്. കൊടിമരം മാറ്റിയതിന് പിന്നിൽ തന്നെ ദുഷ്ടലാക്കുണ്ട്. മുൻപത്തെ എന്താണ് ദുരൂഹത എന്ന് പറയൂ, എന്താണ് ദുരൂഹത എന്ന് പറയൂ. എന്തിനാണ് ഈ വാജിവാഹനവും ദ്വാരപാലക പാളി ഈ അഷ്ടദിക്പാലകരെയും ഒക്കെ തന്നെ മാറ്റുന്നതിന് അല്ലെങ്കിൽ അത് തട്ടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണോ, അല്ലെങ്കിൽ അതിലൊരു ദുരൂഹതയുണ്ടോ? സ്വർണം പൂശിയതിലൊക്കെ തന്നെ എന്ത് ദുരൂഹത, എന്ത് ദുരൂഹത? അഷ്ടദിക്പാലകരടക്കം ആ കൊടിമരത്തിലിട്ടിരിക്കുന്ന പറയടക്കം ബാക്കി എല്ലാം മാറ്റുകയാണ്. അതിന് അഷ്ടദിക്പാലകരെ മാത്രം പൂശി വെക്കണമെന്ന് പറയുന്ന ലോജിക്ക് എന്താണ്? അത് മാത്രമല്ല, ഞങ്ങളിൽ മുമ്പുള്ള ദേവസ്വം ബോർഡ് തീരുമാനിച്ച് അവർ കോന്നിയിൽ നിന്നും തേക്ക് തടി കൊണ്ടുവന്ന് അത് ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞങ്ങൾ അധികാരത്തിലേക്കുന്നത്. തീരുമാനത്തെ അപ്പാട് നടപ്പാക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളോ അതല്ലെങ്കിൽ അതിലൊരു അപാകതയോ ഒന്നും തോന്നിയിരുന്നില്ല എന്നാണോ ഒരു ഘട്ടത്തിലും? ഞങ്ങൾക്കൊന്നും തോന്നിയില്ല. അത് മാത്രമല്ല, ആ പറ മാറ്റിയപ്പോൾ അതിന്റെ അടിഭാഗത്തും പലയിടങ്ങളിലും കമ്പി കാണാൻ കഴിഞ്ഞു എന്നുകൊണ്ട് അത് കോൺക്രീറ്റ് ആയിരുന്നു. ആരോ അത് പറഞ്ഞ് ചതിരെടുത്തതെന്ന്. എങ്ങനെ കോൺക്രീറ്റ് ചതിരെടുക്കുന്നത്? അത് ചെതിരെടുത്തതല്ലോ, അത് ആ കമ്പ് കാണുന്ന രീതിയിൽ ആ സിമന്റിന്റേതായ തൂണായിരുന്നു. അത് പൊളിച്ചു മാറ്റുന്ന സാഹചര്യം മനസ്സിലാവുന്നുണ്ടായിരുന്നു അല്ലേ? അത് തകരാറുണ്ടായിരുന്നു എന്ന് മനസ്സിലാവുന്നുണ്ടായിരുന്നു. കമ്പിയൊക്കെ വന്ന് നിൽക്കുന്നത് കാണുന്നുണ്ടായിരുന്നു. ഇല്ല, അത് ദേവപ്രശ്നത്തിൽ പറഞ്ഞതല്ലേ. അവര് ദേവപ്രശ്നത്തിൽ പറഞ്ഞതാണ്. ഇതിനു വേണ്ടി ദേവപ്രശ്നം വെച്ചതല്ല. അവര് ദേവപ്രശ്നം വെച്ചപ്പോൾ അതിന്റെ ദേവപ്രശ്നത്തിന്റെ ഭാഗമായിട്ടാണ് കൊടിമരത്തിൽ ക്ഷതമുണ്ട്, കൊടിമരം മാറ്റം പറഞ്ഞു എന്നാണ് അവർ പറയുന്നത്. അങ്ങനെയാണ് ആ ബോർഡ് തീരുമാനിച്ചത്. ആ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ കേരള ഗവൺമെന്റ് അപേക്ഷ കൊടുത്തു. അവർ കോന്നി ഫോറസ്റ്റിൽ ഒരു തേക്ക് തടി വാങ്ങി. ഞങ്ങൾ ആ തേക്ക് തടി അവിടെ വെച്ചുകൊണ്ടിരിക്കണമെന്നാണോ നിങ്ങൾ പറയുന്നത്? ഇല്ല, അങ്ങനെയല്ല. പക്ഷേ ഇതിലിങ്ങനെ ഒരു ആരോപണം വന്നത് കൊണ്ട് കൂടി താങ്കളെ പ്രതികരണം ചോദിച്ചത്. പക്ഷെ എന്തുകൊണ്ടായിരിക്കും അല്ല, ഞങ്ങൾ ആ തേക്ക് തടി അവിടെ വെച്ചുകൊണ്ട് 2 വർഷക്കാലം തേക്ക് തടി അവിടെ വെച്ചുകൊണ്ട് ഇറങ്ങി പോകുന്നതിന് പ്രശ്നമുണ്ടായിരുന്നു. ദേവസ്വം ബോർഡ് ഒരു പൈസ പോലും ചെലവില്ലാതെ ഒരു മനോഹരമായ സ്വർണ്ണക്കൊടിമരമാണ് അവിടെ ഉണ്ടാക്കിയത്. ക്രമക്കേടുകൾ ഉണ്ടെങ്കിൽ, എന്തെങ്കിലും അഴിമതി ഉണ്ടെങ്കിൽ അന്വേഷിച്ചുകൊണ്ട് യാതൊന്നുമില്ല. ഇത്തരം യാതൊരു നിരുത്തരവാദപരമായ കാര്യങ്ങൾ പറയുന്നതിനകത്ത് നമുക്ക് യാതൊരു ലോജിക്കുമില്ല. ഈ അഷ്ടദിക്പാലകർ അവിടെ ഉണ്ട്, ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ പഴയതായിപ്പോയിരിക്കുന്നു. പഴയതെല്ലാം മാറ്റൂലേ? അതെല്ലാം മാറ്റും. ഇത് പുതിയത് വെച്ചിരിക്കുന്നതാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം പറഞ്ഞു, സുരേഷ് ഗോപി അടക്കമുള്ള ആളുകൾ സ്വർണം കൊടുത്തു. ഇവിടെ മാന്നാറുള്ള
ആചാര്യയുടെ അവിടെ വാഞ്ചി വാഹനം അത് അത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഞാനടക്കം മുഴുവൻ ആളുകളും ചെന്ന് കയ്യിലുള്ള സ്വർണമെല്ലാം ആ ഉരുകിക്കൊണ്ടിരിക്കുന്ന അകത്ത് ഇടാനുണ്ടായത്. അവിടെ ഒരു എംബുക്കും ഇല്ല, ഒന്നുമില്ല. സുരേഷ് ഗോപി അടക്കം എല്ലാവരും ആ തിളച്ചുകൊണ്ടിരിക്കുന്ന ആ പഞ്ചലോകത്തിനകത്ത് അവരുടെ കയ്യിലുള്ള സ്വർണം ഇടുകയാണ് ഉണ്ടായത്. അത് ഉരുക്കി അതിനകത്ത് ഒഴിച്ചാണ് ഈ വാജിവാഹനം ഉണ്ടാക്കിയിട്ടുള്ളത്. അതിന് യാതൊരു കണക്കുമില്ല, ആഴവില്ല എംബുക്ക് കണക്കുമില്ല. അതെല്ലാം മാന്നാർ വെച്ച് നടന്ന സംഭവമാണ്, അദ്ദേഹത്തിന്റെ ആലയിൽ വെച്ച് നടന്ന സംഭവമാണ്. ഇത്തരം കാര്യങ്ങളെ കുറിച്ച് വളരെ വ്യക്തത ഞങ്ങൾക്ക് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ വരുന്നതെന്നാണ് താങ്കൾ കരുതുന്നത്? ആരോപണം ഇത് കെട്ടി വെറുതെ ഉണ്ടാക്കിയിരിക്കുന്ന ആരോപണമല്ലേ അത്? ഇന്ന് അടിസ്ഥാനരഹിതമായ ഒരു ആരോപണം കുറെ ആളുകൾ പറഞ്ഞുണ്ടാക്കുന്നതിനല്ലാതെ ഞങ്ങൾ വെല്ലുവിളിക്കുന്നു. ഞങ്ങളുടെ ആരോപണത്തിനെതിരെ ആരെങ്കിലും പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് അക്കാര്യത്തിൽ അന്തസ്സായിട്ട് നിൽക്കാനുള്ള തീരുമാനം ഞങ്ങൾക്ക് എടുത്തുകൊണ്ട് ഒരു തർക്കവും വേണ്ട. ശരി, അജയ് തറയിൽ ശ്രീ മഹേഷ് പണിക്കർ, ഇതാണ് അജയ് തറയിൽ ഉൾപ്പെടെയുള്ളവർ പറയുന്നത്. ഇല്ല സാർ, അതിനകത്ത് ഒരു കാര്യം അദ്ദേഹത്തിന്റെ ശ്രദ്ധപ്പെടുത്തുക. 2012 രാജഗോപാൽ സാർ പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ ഈ തന്ത്രി കുടുംബവുമായിട്ട് അവരുടെ വേതന വ്യവസ്ഥകൾ, ഇങ്ങനത്തെ വാജിവാഹനം പോലത്തെ സാധനങ്ങൾ കൈമാറുന്നതിനെ കുറിച്ച് ദേവസ്വം ബോർഡിന് തീരുമാനമുണ്ട്. ആ തീരുമാനം അനുസരിച്ചിട്ട് ഇങ്ങനത്തെ സാധനങ്ങൾ അവർക്ക് അവകാശമില്ലെന്നും അതിൽ നിന്ന് അവർക്ക് 400 രൂപയുടെ ശമ്പളം 1500 രൂപയുടെ ശമ്പളവും 1 മുണ്ടെന്നുള്ളത് 6 മുണ്ടാക്കിയെന്നും ഉള്ള രീതിയിൽ ഒരു റെക്കോർഡ് തന്നെ ഉണ്ട്, ദേവസ്വം ബോർഡിന്റെ റെക്കോർഡുണ്ട്. അപ്പൊ ആ ഒരു റെക്കോർഡിനെ ലംഘിച്ച് പിന്നെ ഈ വാജിവാഹനം എന്തിനാണ് അദ്ദേഹത്തിന് എടുത്തു കൊടുത്തത്? അപ്പൊ ആ ഒരു ഇത് പരിശോധിച്ചിട്ടില്ലേ? ദേവസ്വം ബോർഡിന്റെ തന്നെ തീരുമാനമല്ലേ? അല്ലെ അതിനെ എതിർക്കത്തക്ക രീതിയിൽ ഒരു തീരുമാനം ഇപ്പോഴത്തെ ബോർഡ് ഉണ്ടാക്കിയിട്ടുണ്ടോ? ഈ പ്രയാർ ഗോപാലകൃഷ്ണ സാറൊക്കെ ഉൾപ്പെടെയുള്ള അങ്ങനെ റെക്കോർഡുമില്ല, അങ്ങനെ തീരുമാനവുമില്ല. ഇങ്ങനെ വെറുതെ കള്ളം പറയുന്നില്ല, ഒരു കാര്യമില്ല. അതൊക്കെ വെറുതെ ഉണ്ടാക്കി പറയുന്ന സ്റ്റോറി അല്ല അതെല്ലാം. അങ്ങനെ റെക്കോർഡൊന്നുമില്ല. അത് 2012 രാജഗോപാൽ സാർ തന്നെ ശ്രീവരാഹം ക്ഷേത്രത്തിൽ ഇതുപോലെ തന്ത്രിക്ക് കൊടുത്തതിനൊരു കേസ്, ആ കേസ് കഴിച്ചത് തന്ത്രിക്ക് അനുകൂലമായിട്ടാണ്. അവിടെ അങ്ങനെ ഒരു തീരുമാനമൊന്നുമില്ല, ഞങ്ങളാരും കണ്ടിട്ടുമില്ല. ആ തീരുമാനത്തിന്റെ കോപ്പി പുള്ളിയോട് എനിക്കത് വാട്സപ്പ് തരാൻ പറയൂ. നിങ്ങൾ വാട്സപ്പ് ചെയ്ത് ശരി, നന്ദി അജയ് തറയിൽ മഹേഷ് പണിക്കർ. നമുക്ക് അടുത്ത ഘട്ടത്തിൽ ഇത് വിശദമായി തന്നെ ചർച്ച ചെയ്തിട്ടുണ്ട്. വളരെയധികം നന്ദി.